ശില്പമാണ്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ശില്പമാണ്. തലമുട്ടും നല്ലൊരു അല്ലെങ്കിൽ തലമുട്ടും മൂന്നാം മുഖാൻ പോയി അവിടെ പോരാ. ചെറുപ്പത്തിൽ മരിച്ചു വെട്ടിൽ നീ നിങ്ങൾക്കൊന്നും കാണാം. മറ്റേ ടീല്ല ചെറുപ്പല്ല വെച്ചിഞ്ഞതേ. ഓ കൊറേ പോണം മോനെ. വേ പോയി വാ. പറഞ്ഞോ സ്റ്റെപ്പല്ല, നേരെ നടക്കാനാ. ഇതേ മോലാൽ കിണ്ടി കിണ്ടിയ സ്ഥലമാണ്. സിനിമ വേണം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായി എന്ത് പറയില്ല കേട്ടോ. ഈവനിങ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിങ്ങനെ യാത്രയിലാണ്. വലിയൊരു കുളം ഉണ്ട് പറഞ്ഞത് ചേച്ചി, അത് പോയോട്ടെ. എന്താ കുളം കാണാൻ രാജകുടുംബത്തിൻ്റെ കുളം കാണാൻ പോകണത്. ഞങ്ങളുള്ളത് പിന്നെ എറണാകുളം പാലസിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മളെ മ്യൂസിയത്തിൽ ഇവിടെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ എന്താണ് ഇറങ്ങിയിട്ട് കുളം ഉണ്ട് ഇവിടെ. അന്നത്തെ കാലത്ത് കുളിക്കളമാണെന്ന് പറയുന്നത്. പോയി നോക്കട്ടെ. ഞങ്ങൾ കാണാൻ ഇങ്ങോട്ട് കാണിച്ചാൽ കേട്ടോ. അതിൽ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറക്കുന്നുണ്ട്. സായന്മാരൊക്കെ ഉണ്ട്. കുറേ ഇറങ്ങി. വണ്ടി കയറിയാണ്. ഞങ്ങൾ പോകണം അങ്ങോട്ട്. ഈ ബോട്ട് ഹൗസൊക്കെ പോകണം. ബോട്ട് സർവീസിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഇനി ബാക്കി അവിടെ വെച്ച് കാണാം. ഓക്കെ. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പാട്ട് നല്ല അവസരം കിട്ടി. അപ്പോൾ പാടിയതാട്ടോ. അപ്പോൾ കിട്ടിയ പാട്ടിനെ പാടിയതാണ്. എല്ലാ പാട്ടൊന്നും അറിയില്ല, അറിയണ പാട്ടുകളൊക്കെ പാടുക എല്ലാവരും ഇങ്ങനെ. അപ്പോൾ ഗായകന്മാർ കുറേ ഉണ്ട്. ഞങ്ങൾ മാറി മാറി പാടി. അപ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ പഴയതും പിന്നെ ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ ടെൻഡർ പാട്ടുകളൊന്നും അല്ല. അപ്പോൾ കുട്ടികൾക്ക് നല്ല ടെൻഡർ പാട്ട് കിട്ടണം. അപ്പോൾ അതിന് എപ്പോഴും അവർക്ക് ഡാൻസ് കളിക്കാനതൊക്കെ അവർക്കത് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടി അതിടാൻ വേണ്ടി പറയാൻ നിന്നു. കില്ല കിന്നാരി എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതൊക്കെ ഇടാൻ പറഞ്ഞു. അതിന് ഇട്ട് കൊടുത്തു. ഇപ്പം മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ബോട്ടിലൊരു അബദ്ധം പറ്റാൻ കാരണമാണോ, അവിടുത്തെ ടീം ബുക്ക് ചെയ്ത ആൾ മാറി. അപ്പോൾ ഒരാൾ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ ബോട്ടാണ് പറഞ്ഞാൽ ആ ബോട്ടിൽ നമ്മൾ കയറ്റി എല്ലാ കുട്ടികളും റിസ്ക് എടുത്ത് വലിച്ച് കയറ്റി ഇറക്കിയപ്പോൾ പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കുന്ന നേരത്ത് പറഞ്ഞു ഈ ബോട്ടല്ല അടുത്ത ബോട്ടാണ് പറഞ്ഞു. ആ ബോട്ട് റണ്ണിങ്ങിൽ പോയതാണ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അടിപൊളി ബോട്ടൊക്കെ പിന്നെ കയറി കിട്ടും. അതുകൊണ്ട് ആ ക്ഷീണം മാറി കിട്ടി. അങ്ങനെയാണ് ബോട്ട് മാറിക്കേ വേറെ ബോട്ടുണ്ടാകുന്ന അവർക്ക് പോകണം. ഈ കുട്ടികളെ കൊണ്ടൊക്കെ ബോട്ട് മാറിയാൽ എന്താ അവസ്ഥ? ആടെ പിടിച്ചോ എൻ്റെ അത് ഇതൊക്കെ അല്ലേ ഓളിയും പിടിച്ചോ.
നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഏതെങ്കിലും കാഴ്ച കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓടി മറുസൈഡിലേക്ക് പോകരുത്. ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ എല്ലാവരും ഇരുന്നു കൊണ്ട്. അപ്പോൾ HM സംസാരിക്കുകയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഇതൊരു ഭാഗം ബോട്ടിൽ പോകുമ്പോൾ ഒരു ഭാഗത്ത് കാഴ്ച കാണുമ്പോൾ എല്ലാവരും ഒരു ഭാഗത്ത് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടികളൊപ്പം പോരാനും എല്ലാത്തിനും എല്ലാം ക്ലിയറൻസ് ചെയ്യാനും നമ്മൾ HM കൂടെ ഉണ്ടാകുന്നത് വളരെ ഉപകാരമായി. അതേമാതിരി ഷഫീഖ് മാഷ്, അതേമാതിരി ശിവ ടീച്ചർ എല്ലാവരും ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുവാൻ കാണുന്ന ഓരോ സംഗതികൾ നമ്മൾ പഠിക്കാനും നമ്മൾ കണ്ടതും കാണാത്തതും ഒക്കെ നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബോട്ടിലെ ആളുകൾ അതിന് ഗൈഡുമാരുടെ ആളുകളുണ്ട്. അയാൾ പിന്നെ പാട്ട് പാടുന്ന ആളാണ്. എല്ലാ ഇതിലും ഉഷാറാണ്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ കണ്ടൊരു പാലസാണ്. മറൈൻ ഡ്രൈവിന് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പാലസ് കണ്ടു. പേര് ഒന്നല്ല, പേര് പറഞ്ഞു തന്നാറും. സുഭാഷ് പാർക്കിലാണ് നമ്മളുള്ളത്, കൊച്ചിയിലെ സുഭാഷ് പാർക്ക്. അപ്പോൾ കുറച്ച് ഇരുട്ടിയാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതോടെ കവറേജ് പോയതാണ് എന്നിട്ടാണ്. ഏതായാലും വന്നില്ല, ഇതിനായിട്ട് വരവുണ്ടാവില്ല. അപ്പോൾ സുഭാഷ് പാർക്കിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇവിടെ കവർ ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ. എത്ര വൈകിയാലും നമ്മൾ ഇവിടുന്ന് ഇത് കവർ ചെയ്തിട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്. ചിത്ര കിടക്കാൻ നമ്മൾ കടലിൻ്റെ ഏരിയയിൽ പോകാം. ഈ ലൈറ്റ് കൊണ്ട് ഇങ്ങനെ കുത്തിർക്കാനേക്കും അല്ല. നമ്മൾ പാർക്കിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു കടലിൻ്റെ ഏരിയയാണ്. കടലിൻ്റെ ഒരു വക്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ മീനുകൾ ഇങ്ങനെ വന്ന് ക്ലാ ക്ലീ ക്ലൂ പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി പോവുക. അങ്ങനെ തിരിച്ച് എല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറി പോവുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബ്ലോക്കായിരുന്നു റോഡൊക്കെ. കുറേ പോകുന്നത് അങ്കമാലിയിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും. അതിനും വേണ്ടി അവിടെ എത്തിയിട്ട് നിർത്താൻ ഇത് വോട്ട് നിർത്തിയ കുറേ ഫോട്ടോസുകളാണ്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഇങ്ങോട്ട് ഇവിടെയാണ്. അറിയാലേ അല്ലേ വീഡിയോ എല്ലാ മുത്തുകൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്ത്. നമ്മളിവിടെ എത്തിയത് ഇനിയിപ്പോൾ